ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ EVSലെ 3-ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വാട്ടർ ആൻഡ് സോയിൽ അല്ലേ, വെള്ളവും മണ്ണുമാണ് അല്ലേ. പിന്നെ ഈ ഒരു ചിത്രത്തിൽ എന്താ മക്കൾ കാണുന്നത്? ഒരുപാട് കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. കളിച്ച് കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ. മഴ പെയ്തിട്ട് ഓടിപ്പോവാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ തന്നെ നമുക്കൊരു പോയമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കുട്ടനും കൂട്ടുകാരും അവരുടെ കളി തുടങ്ങി അല്ലേ. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റനിങ് ഫ്ലാഷ്ഡ്. ആകാശമൊക്കെ ഇരുണ്ടിട്ട് ആകാശത്ത് നിന്ന് എന്തടിക്കുന്നുണ്ട്? മിന്നലടിക്കുന്നത് അവർ കണ്ടു. എന്നിട്ടോ കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോംസ്. അപ്പം കുട്ടനും ഫ്രണ്ട്സും അവരുടെ വീട്ടിലേക്ക് ഓടി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്സ്. ആദ്യം ചെറിയ മഴ ആയിരുന്നു. പിന്നെ അതെങ്ങനത്തെ മഴയാണ്? നല്ല ഫ്രഷ് അല്ലേ, ശുദ്ധമായ മഴയാണ്. പിറ്റർ പാറ്റർ സൗണ്ട്സ്, അങ്ങനെ മഴയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ദെൻ ഇറ്റ് ബിക്കെയിം മൈറ്റി റെയിൻ. അങ്ങനെ അത് ചെറിയ മഴ എന്താണ്? വലിയ മഴ, ശക്തമായിട്ടുള്ള മഴ ആയില്ലേ. ദ റെയിൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. അങ്ങനെ എന്ത് സംഭവിച്ചു? മഴ നിന്നപ്പോൾ മേഘങ്ങൾ തെളിഞ്ഞു. സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. അപ്പം സോയിൽ കൂൾഡ് അല്ലേ, മണ്ണ് നനഞ്ഞു. ഫ്ലവേഴ്സ് എന്തായി? വിടർന്നു. കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. അങ്ങനെ കുട്ടനും ഫ്രണ്ട്സും വീണ്ടും കളിക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ഇനഫ് വൺ തകതിമി ധോം. അങ്ങനെ വീണ്ടും അവർക്ക് സന്തോഷം വന്നല്ലേ. ഇനി മക്കൾ ഈ ചിത്രം നോക്കിക്കേ. ഇവിടെ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വലിയ മരമുണ്ട് അല്ലേ, ഒരു വലിയ ട്രീ ഉണ്ട്, അതിലൊരു പൊത്തിലൊരു പാരറ്റ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ കുറേ ചെടികളുണ്ട് അല്ലേ, പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ട്രീ പറയുന്നത് നോക്കാം. വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് എ ഫൺ ഇൻഡീഡ്. മഴത്തുള്ളികൾ മരത്തിൻ്റെ ഇലയിൽ തട്ടി തെറിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നാണ് മരം പറയുന്നത്. അപ്പം പാരറ്റ് എന്താ പറയുന്നത്? ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദ ഹോൾ ഓഫ് ദ ട്രീ. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. അപ്പം പാരറ്റ് എന്താ പറയുന്നത്? ഞാനിങ്ങനെ പൊത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മഴയൊന്നും കൊള്ളുന്നില്ല അല്ലേ, മഴയൊന്നും കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് നല്ല തണുപ്പാണെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഗ്രാസ് അല്ലേ, ഒരു പ്ലാന്റ് പറയുന്നത് എന്താണ്? ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. മണ്ണൊക്കെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പുതിയ തളിരിലകളൊക്കെ വരാൻ തുടങ്ങുമെന്ന് പറയാണ് ആര്? ഗ്രാസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ പറയുന്നത്? മഴ പല ജീവികൾക്കും അല്ലേ പല രീതിയിലാണ് ഉപകാരമുള്ളത്. ചിലർക്ക് തണുപ്പ് കൊടുക്കുന്നുണ്ട്, ചെടികൾക്കാണെങ്കിൽ പുതിയ പുതിയ തളിരിലകൾ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. മണ്ണ് നനയുമ്പോൾ ആണ് പുതിയ പുതിയ ചെടികളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ജീവികൾക്കും മഴ ഓരോ രീതിയിലാണ് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഇനി ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ? ഒരു മഴ പെയ്ത ശേഷം നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ദ സോയിൽ വിൽ ബി വെറ്റ് അല്ലേ, മണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. ന്യൂ ലെയേഴ്സ് വിൽ ഗ്രോ ഓൺ ദ ട്രീസ്. മരത്തിലൊക്കെ ചെടികൾക്കൊക്കെ പുതിയ ലെയേഴ്സ് വന്നിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഗ്രാസസ് വിൽ ഗ്രോ ഇൻ ദ സോയിൽ. മണ്ണിൽ പുല്ലുകൾ മുളച്ചിട്ടുണ്ടാവും. ദ വെൽ പോണ്ട് ആൻഡ് റിവർ വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ അല്ലേ, കിണറിലും കുളത്തിലൊക്കെ എന്താണ്? വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. വി ഫീൽ കോൾഡ് അല്ലേ, എല്ലാവർക്കും നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മളുടെ ചുറ്റുഭാഗത്ത് എപ്പോഴും മഴ പെയ്യാറുണ്ടോ? ഇല്ല അല്ലേ, നോ. ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ? ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? സാധാരണയായിട്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് അല്ലേ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫോൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. കേരളത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഉണ്ടായിട്ടുള്ള മഴ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അല്ലേ, 2 പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ നോക്കിയാലോ. ആദ്യത്തേത് ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കനത്ത മഴ. പിന്നെയോ
അടുത്തത് സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് മഴയിൽ വമ്പിച്ച കുറവ് അല്ലേ, വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? അപ്പോൾ നമുക്ക് ഈ രണ്ട് പത്രവാർത്ത കണ്ടാൽ തന്നെ അറിയാം, കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ്, തിരുവനന്തപുരത്ത് മഴ കുറവുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മഴയുടെ അളവ് അളക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റും അല്ലേ? യെസ്. വി ക്യാൻ സീ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ ദ കൺട്രി യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ മഴവെള്ളം ശേഖരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട്. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫോൾ. അതിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് മഴയുടെ അളവിനെ നിശ്ചയിക്കുന്നത്. ക്യാൻ വി മെഷർ ദ വാട്ടർ? ഇതുപോലെ നമുക്കും വെള്ളം അളക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? തീർച്ചയായിട്ടും പറ്റും. ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ? അപ്പോൾ നമുക്ക് റെയിൻ വാട്ടർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കല്ലേ. അപ്പോൾ അടുത്തത് എന്താണ്? റെയിൻ ഗേജ്. ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ മഴ അളക്കുന്ന ഉപകരണത്തെ പറയുന്ന പേരാണ് എന്ത്? റെയിൻ ഗേജ് അല്ലേ. ഹൗ ക്യാൻ വി മേക്ക് ദീസ്? നമുക്കിത് എങ്ങനെ നിർമ്മിക്കാം? അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിൽ അല്ലേ. അപ്പോൾ ഹൗ ടു മേക്ക് എങ്ങനെയാണ്? ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ സ്കെയിലിന് അടുപ്പിച്ചിട്ട് ആ ഗ്ലാസ് ബോട്ടിൽ വെക്കുക. എന്നിട്ട് പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. എന്നിട്ട് ഈ ഫണൽ എന്ത് ചെയ്യുക? ഗ്ലാസ് ബോട്ടിലിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. അപ്പോൾ ഓരോ ഇടവേളകളിലും എത്ര ആണ് ഈ വെള്ളത്തിൻ്റെ അളവ്, ഇതിൽ വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് എന്നുള്ളത് എഴുതി വെക്കുക. അപ്പോൾ പുറത്ത് മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലേക്ക് മഴവെള്ളം ഇറ്റ് വീഴുമ്പം സ്കെയിൽ നമ്മൾ അതിനോട് അടുപ്പിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വെള്ളമായിട്ടുണ്ടെന്ന് സ്കെയിലിൽ അളവ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ താഴെ ഡേറ്റ്, റെയിൻഫോൾ റിസീവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലാസ് വർക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഓരോ ദിവസവും ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഓരോ ദിവസവും എത്ര അളവ് സ്കെയിലിൽ അളവ് നോക്കുക, എത്ര അളവാണ് വെള്ളം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എഴുതുക. റിമെമ്പർ ടു നോട്ട് ഡൗൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഓൺ ദ ക്ലാസ് ബുള്ളറ്റിൻ ബോർഡ്. അങ്ങനെ ഓരോ ദിവസവും കിട്ടുന്ന അളവ് നിങ്ങൾ ക്ലാസ് ബുള്ളറ്റിൻ ബോർഡിൽ എഴുതാൻ മറക്കരുത്. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ. അങ്ങനെ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ മഴവെള്ളം ലഭിച്ചതെന്ന് എഴുതുക. വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് അല്ലേ, ഏറ്റവും കുറവ് മഴവെള്ളം ലഭിച്ചത് ഏത് ദിവസമാണ്? ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഒരു ഇച്ചിരി പോലും മഴവെള്ളം ലഭിക്കാത്ത ദിവസം ഏതാണെന്നും കൂടെ എഴുതാം. നെക്സ്റ്റ്, എ റെയിൻ ഗേജ് ഫോർ മീ. മേക്ക് എ റെയിൻ ഗേജ് അറ്റ് ഹോം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. അങ്ങനെ നിങ്ങളെ വീട്ടിലൊന്ന് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ EVS ബുക്കിൽ ഇത് എഴുതി വെക്കുക കേട്ടോ. ഓരോ ദിവസത്തതും എഴുതി വെക്കുക. നെക്സ്റ്റ്, വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ. മഴ പെയ്ത ശേഷം ഈ വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ. മഴ പെയ്ത ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? ടു ദ എർത്ത് അല്ലേ, ടു ദ സോയിലാണ് അല്ലേ, മണ്ണിലേക്കാണ് അല്ലേ, ഭൂമിയിലേക്കാണ് പോകുന്നത്. ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. അപ്പം ഇനി ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഹോളും ഇടുക. പിക്ചർ 2ൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, വാട്ടറുണ്ട്, നീഡിലുണ്ട് അല്ലേ. പിന്നെ യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. അപ്പോൾ പിക്ചർ 2ലുള്ള ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ചർ 1ലുള്ള ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ദ ടച്ചസ് ഇൻ ദ സോയിൽ. അപ്പോൾ ഈ വെള്ളം ഈ ബോട്ടിലുള്ള മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണൊക്കെ നനയും അല്ലേ, മണ്ണ് എന്ത് ചെയ്യും? വെള്ളം വലിച്ചെടുക്കും. ദാറ്റ് വാട്ടർ സിങ്ക്സ് ഇൻ ടു ദ സോയിൽ. Present your findings. Write them in your environmental science diary.
ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ AVS ബുക്കിലേക്ക് ചിത്രത്തോടു കൂടെ ഈ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് എഴുതുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എഴുതാം. നെക്സ്റ്റ് വാട്ടർ സോഴ്സസ്, ജലസ്രോതസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 കുട്ടികളുണ്ട്. ഒന്നാമത്തെ ആൾ എന്താ പറയുന്നത്, ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണർ വെള്ളം കൊണ്ട് നിറഞ്ഞു. പിന്നെയോ അടുത്ത ആൾ എന്താ പറയുന്നത്, ഇൻ മൈ ഹൗസ് ദർ ഇസ് എ ബോർവെൽ വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അപ്പം പറയുന്നത് അവൻ്റെ വീട്ടിൽ കുഴൽ കിണറാണ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അടുത്ത ആളോ, ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗിവേഴ്സ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അപ്പോൾ അവൻ എന്താ പറയുന്നത്, ഞങ്ങളുടെ കൃഷിയിടത്തിലുള്ള കുളത്തിൽ നിന്നാണ് വീട്ടിലേക്കും കൃഷിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത് എന്നാണ് പറയുന്നത്. Where do you get water for your homes? Write down. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് എന്ന് എഴുതുക. അവിടെ 4 എണ്ണം എഴുതിയിട്ടുണ്ട്. ഇനി അതിലേതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വെള്ളം എടുക്കുന്നത് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ്, വാട്ടർ സോഴ്സസ് ആണ്. നെക്സ്റ്റ് സുരംഗ ആൻഡ് കെനി. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called സുരംഗ. സുരംഗ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരാൾക്ക് പോകാൻ പാകത്തിൽ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വെള്ളം മണ്ണിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു രീതിയാണ്. This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. ഈ രീതി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിലും കർണാടകയിലെ കുറച്ച് ഭാഗങ്ങളിലുമാണ്. അടുത്തത് ദ വേർഡ് കെനി മീൻസ് വെൽ. കെനി എന്നൊക്കെ പറയുന്നത് ഒരു തരം കിണർ തന്നെയാണ് കേട്ടോ. കെനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. ഭൂമിയിലേക്ക് വലിയ മരത്തടികളും കല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഇറക്കി വെച്ചിട്ടാണ് കെണി ഉണ്ടാക്കുന്നത്. കെണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്റ്റ്ലി. കെണിക്ക് അധികം ആഴമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കൈകൊണ്ട് മുക്കാൻ അത്രയുള്ള ആഴം മാത്രമാണ് ഉണ്ടാവുക. ആ രീതിയിലാണ് കെണി നിർമ്മിക്കുക. പിന്നെ ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരളം. കേരളത്തിൽ ഒരുപാട് ആദിവാസി വിഭാഗത്തിൽ ഇപ്പോഴും കേണി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേണി സുരംഗ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, വാട്ടർ സോഴ്സസ് തന്നെയാണ് അല്ലേ, ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വാട്ടർ ഫോർ ലൈഫ്. ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദേ? ഈ ജീവികൾ ഈ കുളത്തിൽ നിന്നും വെള്ളമെടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണവ? ഫോർ ഡ്രിങ്കിങ് കുടിക്കാൻ, ഫോർ ബാത്തിങ് കുളിക്കാൻ, ഫോർ ലിവിങ്, ഫോർ ബ്രീത്തിങ് അല്ലേ, മീൻ പോലുള്ളവൊക്കെ വെള്ളത്തിലല്ല ജീവിക്കുന്നത്, അപ്പോൾ ശ്വസിക്കാനും ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ജീവികളൊക്കെ വെള്ളമെടുക്കുന്നത്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. ക്രിയേച്ചർ, ദ യൂസ് ഓഫ് വാട്ടർ. ഇവിടെ ക്രിയേച്ചറിൻ്റെ പേര് എഴുതുക. അപ്പുറത്ത് അടുത്ത ബോക്സിൽ എന്താണ്, അവരെന്തിനാണ് വെള്ളം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. അപ്പോൾ ഇവിടെ ഫിഷ് എന്തിനൊക്കെയാണ്? ഫോർ ലിവിങ്, ഫോർ ബ്രീത്തിങ് അല്ലേ, ജീവിക്കാനും ശ്വസിക്കാനും. പിന്നെ എലിഫൻ്റ് എന്തിനാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ് അല്ലേ, കുടിക്കാനും കുളിക്കാനും. ഡീർ എന്തിനാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, സെയിം തന്നെ. ക്രെയിനോ? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ ഫുഡ് അല്ലേ, ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട്. മങ്കി ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. പിന്നെ ക്രൊക്കോഡിൽ ഫോർ ലിവിങ്, ഫ്രോഗ് ഫോർ ലിവിങ്. ഓക്കെ അല്ലേ? അടുത്തത് വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഡു. നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, പിന്നെ ഫോർ ഫാക്ടറി യൂസസ്, ഫോർ വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് പ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് അല്ലേ. നെക്സ്റ്റ് ഒബ്സർവ് ദ പിക്ചർ. ഈ ഒരു പിക്ചർ നോക്കിക്കേ, വെള്ളമില്ലാതെ മൊത്തം വരണ്ട് കിടക്കുകയാണ് അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പോൾ വെള്ളം കിട്ടാത്ത, ആവശ്യത്തിന് പോലും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ദ എർത്ത് വിൽ ബിക്കം ഡ്രൈ.
പിന്നെയോ ദർ വിൽ ബി നോ വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാൻ വെള്ളമുണ്ടാവില്ല. ദർ വിൽ ബി നോ വാട്ടർ ഫോർ ബാത്തിങ്, കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഫാംസ് വെൽ ഡിസ്ട്രോയ്, ഫാംസ് ഒക്കെ നശിച്ചു പോകും. ഫാക്ടറീസ് വിൽ ഹാവ് ടു ബി ക്ലോസ്ഡ്, അല്ലേ, ഫാക്ടറീസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടി വരും. വി കാൺ വാഷ് ക്ലോത്ത്സ്, നമ്മൾ ഡ്രസ്സുകളൊന്നും തിരുമ്പാൻ കഴിയില്ല, അല്ലേ, അലക്കാൻ കഴിയില്ല. ഇവൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ വിൽ ഡൈ, അല്ലേ, മൃഗങ്ങളും മനുഷ്യരൊക്കെ എന്താണ് മരിക്കൂലേ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ, പൈപ്പ് ബേസ്റ്റഡ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. മെയിനായിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിയിട്ട് റോഡിലൊക്കെ ആയിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്. യു ഹാവ് സീൻ ന്യൂസ് ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ് ഹാവിൻ യു, അപ്പോൾ അതുപോലുള്ള പിന്നെ ഹെഡ്ലൈൻസ് ഒക്കെ നിങ്ങൾ വായിക്കാറില്ലേ, പത്രവാർത്ത വായിക്കാറില്ലേ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കി കളയരുത് എന്നതാണ്. അങ്ങനെ നമ്മൾ വെള്ളം പാഴാക്കി കളയുകയാണെങ്കിൽ നമ്മുടെ ഭാവി കാലത്തേക്ക് വെള്ളമില്ലാതെ വരും കേട്ടോ. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്, അപ്പം നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? ഇഫ് ദ ടാപ്പ് ഈസ് നോട്ട് ക്ലോസ്ഡ് പ്രോപ്പർലി, അപ്പം നമ്മൾ ടാപ്പ് തുറന്നാൽ നന്നായിട്ട് അടയ്ക്കാതിരുന്നാൽ ഇറ്റിറ്റായിട്ട് അങ്ങനെ വെള്ളം വേസ്റ്റായി പോകൂലേ. പിന്നെ ദ ടാപ്പ് ബ്രേക്സ് ആൻഡ് ദ വാട്ടർ ഗോസ് ഔട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, റോഡിലൊക്കെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വെറുതെ ഒഴിവായി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ജപ്പാൻ്റെ പഞ്ചായത്തിൻ്റെ ഒക്കെ കുടിവെള്ള പദ്ധതികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൈപ്പൊക്കെ പൊട്ടിയാൽ ദിവസങ്ങളോളം അങ്ങനെ വെള്ളം ഒഴിവായി പോകൂലേ. അപ്പോൾ അതൊക്കെ വെള്ളം വേസ്റ്റ് ആവുന്നതാണ്. പിന്നെ ഫോർഗോട്ട് ടു ക്ലോസിങ് പൈപ്സ് വൈൽ ബ്രഷിങ് ആൻഡ് ഷവറിങ്, നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ ഒക്കെ എന്താണ് പൈപ്പ് അങ്ങനെ തുറന്നിട്ടേക്കും അല്ലേ. ബ്രഷ് ചെയ്യുകയാണെങ്കിലും പൈപ്പ് അടയ്ക്കാതാണല്ലേ ഒരുവിധം എല്ലാവരും പിന്നെ ബ്രഷ് ചെയ്യുക. അപ്പോൾ ആ സമയത്തും വെള്ളം വെറുതെ വേസ്റ്റായി പോവാണ്. പിന്നെ എക്സസീവ് യൂസ് ഓഫ് വാട്ടർ വെൻ വാട്ടറിങ് പ്ലാന്റ്സ്, നിങ്ങൾ ചെടികൾ നനയ്ക്കുമ്പോൾ ആവശ്യമില്ലാതെ അല്ലേ കുറേ വെള്ളം പാഴാക്കി കളയുന്നുണ്ട്. നെക്സ്റ്റ് നോ ടേണിങ് ഓഫ് ദ മോട്ടർ ആഫ്റ്റർ ദ ടാങ്ക് ഈസ് ഫുൾ, ടാങ്കിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് ടാങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിലും കൂടിയിട്ട് മോട്ടർ ഓഫ് ആക്കൂല അല്ലേ. പിന്നെ മോട്ടർ ഓഫ് ആക്കിയാലും കുറച്ച് സമയം ടാങ്കിൽ നിന്ന് അങ്ങനെ വെള്ളം തൂകിപ്പോവും, അതൊക്കെ വെള്ളം വേസ്റ്റ് ചെയ്യാണല്ലോ. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ, വെള്ളം വേസ്റ്റ് ചെയ്യുന്നതിന് തടയാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം? ഡോൺ ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി, അപ്പം നിങ്ങൾ കെയർലെസ് ആയിട്ട് പൈപ്പ് തുറന്നിട്ട് പോവാതിരിക്കുക അല്ലേ. പിന്നെയോ അടുത്തത് യൂസ് ലെസ് വാട്ടർ ടു വാട്ടറിങ് പ്ലാന്റ്സ്, ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാം. പിന്നെ ടേൺ ഓഫ് ദ മോട്ടർ ആസ് സൂൺ ആസ് ദ ടാങ്ക് ഈസ് ഫുൾ, ടാങ്ക് ഫുള്ളായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ മോട്ടർ ഓഫ് ചെയ്യുക. പിന്നെ ഇഫ് ദ ടാപ്പ് ഈസ് ബ്രോക്കൺ റിപ്പയർ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, നമ്മൾ പൈപ്പ് പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ, മഴ പെയ്ത് മണ്ണിലേക്ക് എത്തിയാൽ എന്താണ് ചളിവെള്ളമല്ലേ ഉണ്ടാകുന്നത്, പക്ഷേ അത് കിണറിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണല്ലേ കിട്ടുന്നത്. അതെങ്ങനെയാണ്? എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ, വെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, അങ്ങനെ അത് മണ്ണിലേക്ക് അരിച്ചിറങ്ങിയിട്ട് എന്താണ് അത് ഫിൽട്ടർ ചെയ്യുന്നു. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്, ഇത് ഭൂഗർഭജലമായിട്ട് മാറുകയും കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തുകയും ചെയ്യുന്നു. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, അങ്ങനെ മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ എന്താണ് വെള്ളം ക്ലിയർ ആവുന്നു അല്ലേ, പ്യൂരിഫൈ ആവുന്നു. അടുത്തത് ടേണിങ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ, അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ് മഡി വാട്ടർ എങ്ങനെ ക്ലിയർ വാട്ടർ ആക്കുക എന്നുള്ളത്. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം, നിങ്ങൾ 3 ചിരട്ട എടുക്കുക, ഓരോന്നിനും ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ, എന്നിട്ട് ആ ഓരോ ചിരട്ടയുടെ ഹോളിലും എന്താണ് നിങ്ങൾ ക്ലോത്ത് അല്ലേ കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ടോ ഫിൽ ഗ്രേവൽ സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്, അപ്പോൾ ആദ്യത്തെ ചിരട്ടയിൽ ചരലിടുക, രണ്ടാമത്തെ ചിരട്ടയിൽ എന്താണ് മണലിടുക, മൂന്നാമത്തെ ചിരട്ടയിൽ കരിയിട്ട് കൊടുക്കുക. എന്നിട്ടോ അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ, എന്നിട്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ അടക്കി അറേഞ്ച് ചെയ്യുക. നൗ പോർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്,
എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലുള്ള ആ ചിരട്ടയിലേക്ക് മഡ്ഡി വാട്ടർ ഒഴിച്ചു കൊടുക്കുക, ചെളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ എന്താണ്, ചരലാണ്, രണ്ടാമത്തെ ചിരട്ടയിൽ പിന്നെ മണലാണ്, മൂന്നാമത്തെ ചിരട്ടയിൽ കരിയാണ്. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അപ്പോൾ എന്താണ് കണ്ടെത്തിയത്? മുകളിൽ ഒഴിക്കുന്ന ചളിവെള്ളം താഴെ ഗ്ലാസ്സിലെത്തുമ്പോഴേക്കും എന്താണ്, നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളമാവുകയാണ് അല്ലേ. ദ മഡ്ഡി വാട്ടർ വിൽ ബിക്കം പ്യുവർ വാട്ടർ. The same method using to filter water in the rain water tank. നമ്മളെ മഴവെള്ള സംഭരണിയിൽ ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. വിവിധ തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയേഴ്സ് ആണ് ഓരോ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് and used as drinking water in some countries with severe pure water shortage. ചില കൺട്രീസിൽ, ചില രാജ്യങ്ങളിൽ പിന്നെ വെള്ളത്തിൻ്റെ തീരെ വെള്ളം കിട്ടാത്ത ഒരവസ്ഥ ഉള്ള രാജ്യങ്ങളിലൊക്കെ പിന്നെ കടൽ വെള്ളം വരെ ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. പൊതുവായിട്ട് കിട്ടുന്ന ചില ജലസ്രോതസ്സുകളുണ്ടല്ലോ, പഞ്ചായത്തിൻ്റെയൊക്കെ വക കിട്ടുന്ന ആ ഒരു ജലസ്രോതസ്സുകളിൽ അധികവും കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെയുള്ള വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. അപ്പോൾ ഇതുവരെ വെള്ളത്തിൻ്റെ കുറേ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇനി മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ മുള്ളൻ പന്നി എന്താണ് പറയുന്നത്? വി ലിവ് ഇൻ ബറോസ് ഇൻ ദ സോയിൽ. ഞങ്ങൾ മണ്ണിൻ്റെ അടിയിലുള്ള മാളങ്ങളിലാണ് താമസിക്കുന്നത്. അടുത്തത്, മുട്ടിട്ട് വരുന്ന ഒരു ചെറിയ വിത്ത് പറയുന്നത് കണ്ടോ? പറയുന്നത് എന്താണ്? ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. ഞാൻ മണ്ണിലായിരുന്നു, വെള്ളം കിട്ടിയപ്പോൾ പുറത്തേക്ക് വന്നതാണെന്ന് പറയാണ്. പിന്നെയോ, ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. മണ്ണിൽ എന്താണ് പറയുന്നത്? ഞാൻ എപ്പോഴും മണ്ണിൽ തന്നെയാണ് എന്നല്ലേ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. മണ്ണ് കൊണ്ട് ക്രിയേച്ചേഴ്സിനും ജീവികൾക്കും പ്ലാന്റ്സ് ചെടികൾക്കും ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ എന്തെല്ലാം, ബെനഫിറ്റ്സ് ഗുണങ്ങൾ എന്തെല്ലാം? സോയിൽ ഈസ് ദ ഹാബിറ്റേറ്റ് ഓഫ് സം ക്രിയേച്ചേഴ്സ്. ചില ജീവികൾ ജീവിക്കുന്ന സ്ഥലമാണ്, ആവാസ വ്യവസ്ഥയാണ് സോയിൽ അല്ലേ. ടു മേക്ക് ബറോസ്. ചില ജീവികൾ എന്താണ്, മാളങ്ങളിലാണ് താമസിക്കുന്നത്, മണ്ണിൻ്റെ അടിയിൽ തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് താമസിക്കുന്നത്. ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ. ചെടികൾക്ക് വളരാൻ എന്ത് വേണം? മണ്ണ് വേണം. ഫോർ ഫുഡ് നീഡ്സ് അല്ലേ. ചില ജീവികൾക്ക് ഭക്ഷണ ആവശ്യത്തിനും മണ്ണ് വേണം. ഇനിയോ, ഹൗ എബൌട്ട് us? നമുക്ക് എന്തിനെല്ലാമാണ് വേണ്ടത്? ഫോർ ഫാമിംഗ്, ഫോർ പ്ലാന്റിങ് പ്ലാന്റ്സ്, ചെടികൾ നടാൻ വേണം. ഫോർ ബിൽഡിംഗ് ഹോംസിലെ, വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണം. ടു മേക്ക് പോട്ടറിയിലെ, ചട്ടികൾ കലങ്ങൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണം. ഇനി അടുത്തത്, ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ്. മോഡൽസ് ഉണ്ടാക്കിയാലോ? ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ? ലെറ്റസ് ട്രൈ ടു മേക്ക് സച്ച് മോഡൽസ്. കളിമണ്ണ് കൊണ്ട് നിങ്ങൾ പിന്നെ ഓരോ മോഡൽസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് സ്കൂളിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്പ്? ഇതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കാവുന്ന മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എക്സാമിൻ ദ കളർ ആൻഡ് ദ സൈസ് ഓഫ് ദ ഗ്രെയിൻസ്. അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ കളറും തരികളുടെ വലുപ്പവും ഒക്കെ നോക്കുക. ദ കളർ ഓഫ് സോയിൽ ഈസ് ബ്ലാക്കിഷ്. അത് കുറച്ച് കറുത്ത കളറുള്ള മണ്ണായിരിക്കും. അതുപോലെ തരികളുടെ വലുപ്പം എന്ന് പറയുന്നത് ചെറുതായിരിക്കും. സൈസ് ഓഫ് ഗ്രെയിൻ ഈസ് ടൈനി. ആർ ദ സോയിൽസ് സീൻ അറൗണ്ട് us ദ സെയിം? നമ്മളെ ചുറ്റും കാണുന്ന മണ്ണുകളെല്ലാം സെയിം ആണോ? അല്ല അല്ലേ. നോ. ലെറ്റസ് എക്സാമിൻ. നമുക്ക് പരിശോധിക്കാം. കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ് അണ്ടർനീത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂൾ ഗ്രൗണ്ടിലുള്ള മുറ്റത്തുള്ള കുറച്ച് മണ്ണെടുക്കുക. അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് മണ്ണെടുക്കുക. പിന്നെ പൂന്തോട്ടത്തിലെ കുറച്ച് മണ്ണെടുക്കുക. പിന്നെ ഗ്രൗണ്ടിലുള്ള കളിക്കുന്ന ഗ്രൗണ്ടിലുള്ള കുറച്ച് മണ്ണെടുക്കുക. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ഒരുപോലെയാണോ നോക്കുക. അപ്പം മക്കൾക്ക് മനസ്സിലാവും മണ്ണുകളെല്ലാം വ്യത്യസ്തമാണ്, ഒരുപോലെ അല്ല എന്നുള്ളത്. അടുത്തത്, ഒബ്സർവ് ദ സോയിൽ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ മക്കൾ എടുത്തിട്ടുള്ള ഈ മണ്ണുകളുണ്ടല്ലോ, അതിൻ്റെ കളറും അതിൻ്റെ ഫീച്ചേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തത് ഒരു റെഡിഷ് കളറായിരിക്കും. അതിൻ്റെ ഗ്രെയിൻസ് തരികൾ കുറച്ച് വലുതാണ്. പിന്നെ ഗാർഡനിൽ പൂന്തോട്ടത്തിൽ നിന്ന് എടുത്തത് ഒരു ബ്രൗൺ കളറാണ്. അതിൻ്റെ സൈസ് കുറച്ച് സ്മോളാണ്.
പിന്നെ ഒരു നനഞ്ഞ മണ്ണായിരിക്കും. പിന്നെ കോർട്ട്യാർഡിൽ റെഡിഷ് കളറായിരിക്കും. പിന്നെ സൈസ് ഓഫ് ഗ്രെയിൻസ് ബിഗ്, തരികൾ വലുതായിരിക്കും. ഡ്രൈ സോയിലായിരിക്കും, ഒരു ഉണങ്ങിയ മണ്ണായിരിക്കും. പിന്നെയോ ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ. അപ്പം നിങ്ങൾ കളക്ട് ചെയ്ത മണ്ണൊക്കെ സെയിം കളറാണോ? അല്ല അല്ലേ. നോ. ആർ ദർ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്? സൈസിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ചിലത് ചെറിയ തരികളായിരിക്കും, ചിലത് വലിയ തരികളായിരിക്കും അല്ലേ. പിന്നെ ഇതൊക്കെ നിങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിലേക്ക് എഴുതുക കേട്ടോ. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ കഥ. മണ്ണിൻ്റെ കഥ എന്താണ്? ഫ്രണ്ട്സ്, യു നോ മീ, നിങ്ങൾക്ക് എന്നെ അറിയോ കൂട്ടുകാരെ? ഐ ആം ദ സോയിൽ, ഞാൻ മണ്ണാണ്. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഞാൻ പല തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ദർ ആർ ലാക്ക് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി അതർ കോമ്പൗണ്ട്സ് ഇൻ മീ, എൻ്റെ ഉള്ളിൽ ഒരുപാട് സൂക്ഷ്മജീവികളും ധാതു ലവണങ്ങളും ഉണ്ട്. ഐ ബിക്കെയിം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂവസ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്. ഞാൻ ഒരുപാട് ജൈവ അജൈവ പ്രക്രിയകൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. യു ഹാവ് റീഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. അപ്പോൾ മണ്ണിൻ്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോമഡ്. അപ്പോൾ മണ്ണിൻ്റെ പിന്നെ ഉണ്ടായ കഥകളൊക്കെ നിങ്ങൾ ഒരു ലൈബ്രറിയിൽ നിന്നൊക്കെ വായിക്കാൻ ശ്രമിക്കട്ടെ. കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. വിത്ത് ഇൻ ദ സോയിൽ, അപ്പോൾ മണ്ണിൽ എന്തൊക്കെയാണുള്ളത് എന്നാണ് അടുത്തത്. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ? ട്രൈ ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ്, ജീവികളാണ് മണ്ണിൽ താമസിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് എഴുതി നോക്കാം. വോം, അതുപോലെ വൈറസസ്, ബാക്ടീരിയ, ആൻലിയോൺസ് ആൻഡ് ബീറ്റിൽസ്, സെൻറ്റിപ്പേഡ്സ്, ടെർമൈറ്റ്സ്. ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ വണ്ടാണ്. സെൻറ്റിപ്പേഡ്സ് എന്ന് പറഞ്ഞാൽ പഴുതാര. ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിതലാണ് കേട്ടോ. അതുപോലെ ആൻറ്റിലിയോൺസ് എന്ന് പറഞ്ഞാൽ കുഴിയാമ എന്ന് പറയില്ലേ, അതാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ചുറ്റുഭാഗത്തുള്ള മണ്ണ് എന്ത് ചെയ്യുക? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് നിരീക്ഷിക്കുക. വിച്ച് ക്രിയേച്ചേഴ്സ് വർ യു ഏബിൾ ടു ഫൈൻഡ്? അപ്പം നിങ്ങൾ ഏതൊക്കെ ക്രിയേച്ചേഴ്സ്, ഏതൊക്കെ ജീവികളെയാണ് കാണാൻ പറ്റുക? അപ്പം നേരത്തെ എഴുതിയതിൽ നിങ്ങൾ ഏതാണോ കാണുന്നത് അതെഴുതുക. വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് ദ എയർ ദാറ്റ് ദേ നീഡ്? അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും പിന്നെ എയറും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്നാണ് അല്ലേ. ലെറ്റ് us do some experiments to find this out. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മണ്ണിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ എയർ ഇൻ ദ സോയിൽ, മണ്ണിൽ എയർ ഉണ്ടോ, വായു ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? മണ്ണിൽ എയർ ഉണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, കുറച്ച് ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മൺകട്ടകൾ ഇടുക. വാട്ട് ഈസ് ഹാപ്പനിങ്? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ് ദ ഫൈൻഡിങ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഷെയർ ദ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് ഉണ്ടാവുക? വി ക്യാൻ സീ ബബിൾസ് ഇൻ ദ ഗ്ലാസ്. അല്ലേ, ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ്? മണ്ണിൽ എയറിൻ്റെ അംശം ഉണ്ടായതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ്, വാട്ടർ ഇൻ ദ സോയിൽ, മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അംശം അല്ലേ. ആർ ദർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ? മണ്ണിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? എങ്ങനെ നമുക്ക് കണ്ടെത്താം? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. അപ്പം നിങ്ങൾ പൂന്തോട്ടത്തിൽ നിന്നെങ്ങാനും കുറച്ച് മണ്ണെടുക്കുക, അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആക്കുക. എന്നിട്ടോ ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. എക്സാമിൻ ഇൻ ആഫ്റ്റർ 10 മിനിറ്റ്സ്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ എന്താണ്? വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? അപ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? അപ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിലായിട്ട് വെള്ളത്തുള്ളികൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ ബോട്ടിൽ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, ബയോമാസ് ഇൻ ദ സോയിൽ.
മണ്ണിൽ ജൈവാംശമുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണമാണ്. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പം നിങ്ങളുടെ ഗാർഡനിൽ നിന്നും ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം മണ്ണെടുക്കുക. പോർ വാട്ടർ ഇൻ ടു ദിസ് ആൻഡ് മിക്സ് വെൽ. എന്നിട്ട് ആ മണ്ണിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വാട്ട് ക്യാൻ യു സീ? അപ്പം എന്താണ് കാണുക? പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. അപ്പം നമുക്ക് ഗാർഡനിലെ മണ്ണായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇലയുടെ കഷ്ണങ്ങളും കൊമ്പുകളും അങ്ങനെ അതിൽ മിക്സായിട്ട് ഇങ്ങനെ കാണാം. അപ്പം പൂന്തോട്ടത്തിലുള്ള മണ്ണിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട് അല്ലേ? ജൈവാംശം ഉണ്ട്. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. അപ്പോൾ ബയോമാസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഡ്രൈഡ് ലീവ്സ്, ഉണങ്ങിയ ഇലകളും, പാർട്സ് ഓഫ് സ്റ്റെമ്മിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളും, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര അല്ലേ? ക്രിയേച്ചേഴ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. ബയോമാസ് കൂടുതലുള്ള, ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ചെടികൾ നന്നായിട്ട് വളരും. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വേംസ്. ജൈവാംശം അടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ മണ്ണാണ് നമ്മുടെ എർത്ത് വേംസിൻ്റെ ഫുഡ്. വേർ ഈസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? ഫൈൻഡ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ള സ്ഥലം ഏതായിരിക്കും? മിക്കവാറും ഗാർഡൻ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. ഇവിടെ ക്ലേ കൊണ്ടുള്ള മോഡൽസ് ഉണ്ടാക്കുന്ന ഒരു അച്ഛൻ്റെയും കുട്ടിയുടെയും ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ഇവിടെ ദർ ആർ ലാക്ക് ഓഫ് ക്രിയേച്ചേഴ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ സോയിൽ. മണ്ണിനുള്ളിലും പുറത്തുമായിട്ട് ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. പ്ലാന്റ്സ് വളരാൻ ആവശ്യമായിട്ടുള്ള മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് മണ്ണിൽ നിന്നാണ്, വലിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്നാണ്. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസസ്. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളും പല ആവശ്യങ്ങൾക്കായിട്ടും മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. We can survive only by protecting the soil from pollution and preserving it from loss of fertility. ഈ മണ്ണിനെ അതിൻ്റെ ജൈവാംശമൊന്നും കളയാതെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് മണ്ണിനെ സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ലെറ്റസ് ആക്സസ് അല്ലേ, ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ ഈ ഒരു മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നടുവിൽ എന്താണ്? വാട്ടർ ആൻഡ് സോയിൽ അല്ലേ, വെള്ളവും മണ്ണും. പിന്നെ ഒന്നാമത്തെ ബോക്സിൽ എന്താ തന്നിട്ടുള്ളത്? കോമ്പോണൻറ്റ് ഇൻ ദ സോയിൽ. മണ്ണിലടങ്ങിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? വാട്ടർ, മിനറൽസ് ആൻഡ് ബയോമാസ്. നെക്സ്റ്റ് ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? എർത്ത് വോം, ബാക്ടീരിയ, ആൻറ്റിലിയോൺസ്. പിന്നെ നേരത്തെ നമ്മൾ കുറേ ജീവികളുടെ പേര് എഴുതിയല്ലോ, അപ്പോൾ ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം. യൂസസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ടു ഡ്രിങ്ക്, ടു ബാത്ത്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. പിന്നെ വാട്ടർ സോഴ്സസ് ഏതെല്ലാം? വെൽ, പോണ്ട്, ബോർവെൽ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Kuttan and his friends reached the river side to play. They threw the sweet wrappers into the water. A fish from the river told them. കുട്ടനും ഫ്രണ്ട്സും പുഴയരികിലെത്തി. അപ്പോൾ എന്നിട്ട് അവർ കഴിച്ച മിഠായിയുടെ കവറ് പുഴയിലേക്കിട്ടു, വെള്ളത്തിലേക്കിട്ടു. അപ്പോൾ അവിടെ വെള്ളത്തിലുള്ള ഒരു മീൻ അവരോട് എന്ത് പറഞ്ഞു? ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു us ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എത്ര പ്രധാനപ്പെട്ടതാണോ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് ഞങ്ങൾക്ക് ഈ പുഴയും എന്നാണ് ആ മീൻ പറഞ്ഞത്. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ഈ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്റ്റ് ദ വാട്ടർ സോഴ്സസ്? നമുക്ക് ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ സോഴ്സസ് സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? Yes, I completely agree with the statement. Rivers and ponds are the home of the fishes. ഫിഷസിൻ്റെ വീടാണ് എന്ത്? റിവേഴ്സും പോൺസും. They live there when we throw plastic into water sources. അത് നമ്മൾ വാട്ടർ സോഴ്സസിലേക്ക് പ്ലാസ്റ്റിക് ഇടുകയാണെങ്കിൽ it will be a big threat to the life of the fishes. ഫിഷസിൻ്റെ ജീവിതത്തിന് തന്നെ വളരെ ഒരു ഭീഷണിയാവും കേട്ടോ. ഇതുപോലെയുള്ള വാട്ടർ സോഴ്സസ് ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലക്കാർഡ്സും അതുപോലെ തന്നെ പോസ്റ്റേഴ്സും ഒക്കെ
ഉണ്ടാക്കാം. അപ്പോൾ ഈ ക്ലാസ് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളോ ഈ ക്ലാസ്സിൽ തന്നെ വേറെ വിഷയങ്ങളോ കിട്ടണമെങ്കിൽ പിന്നെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.